താൻ ഡി മണിയല്ല എം സുബ്രഹ്മണിയാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിണ്ടിഗലിൽ SIT ചോദ്യം ചെയ്തയാൾ. താൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണ്. സ്വർണം വജ്രം ബിസിനസ് തനിക്കില്ല. തന്റെ നമ്പർ ബാലമുരുകൻ എന്നയാളാണ് ഉപയോഗിക്കുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ദിണ്ടിഗലിലെ വ്യവസായി പറഞ്ഞു. 24 நியூஸ் மலையாளத்தோட ரிப்போர்ட்டர் சென்னையில இருந்து பேசுறேன். ஓகே நீங்க டி மணிங்கிறது தானே? ஆமா. ஓகே ஜி, இப்போ ക്വസ്റ്റ്യനിങ് നടന്നിട്ട് இருக்குல்ல SIT. വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, അദ്ദേഹം എന്താണ് പറയുന്നത്? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ SIT സ്ഥിരീകരിക്കുന്നത് ഈ കേസിൽ ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിൻ്റെ തെളിവുകൾ നിലവിൽ പ്രത്യക്ഷത്തിൽ ഈ കേസിൽ SITക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വിദേശ വ്യവസായി പറയുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ നിലവിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ രണ്ട് അന്വേഷണ സംഘം SITയുടെ തന്നെ രണ്ട് ടീമാണ് നിലവിൽ ചെന്നൈയിലും ഒപ്പം തന്നെ ഈ പറയുന്ന ഇവരുടെ വീട് ഉള്ള സ്ഥലത്തും നിലവിൽ പരിശോധന നടത്തുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഓഫീസുകളിലും വീടുകളിലും നടത്തുന്ന പരിശോധനകളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇന്ന് രാവിലെ മുതൽ നടന്ന പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. ഇതിൽ ഡിണ്ടികളിൽ ഈ രണ്ടുപേരുടെ, അതായത് നിലവിൽ ഇയാളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഇയാളുടെ ഇടനിലക്കാരനായി നിന്ന ഡി മണിയുടെ ഇടനിലക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പരിശോധന ഒരു അന്തിമമല്ല എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. നിലവിൽ പക്ഷേ ഇയാളുടെ ഈ ഇത്തരം വാദഗതികളൊക്കെ തന്നെ ഇയാൾ തള്ളുകയാണ്. താൻ ഡി മണിയല്ല, ഡി മണി എന്ന് പറയുന്ന ആളെ തനിക്ക് അറിയുകയില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ബന്ധവുമില്ല, താൻ ഡി മണിയല്ല എം സുബ്രഹ്മണിയാണെന്നാണ് നിലവിൽ ഇയാൾ പറയുന്നത്. പക്ഷേ എങ്കിൽ ഡി മണി ആരാണ്? ഡി മണി മാത്രമല്ല, ഡി എന്ന് പറയുമ്പോൾ അത് ഡയമണ്ട് ആകുന്നു, ദാവൂദ് ആകുന്നു, ഇനി ഡിണ്ടിഗലിലെ ഡിണ്ടിഗൽ മണിയാകുന്നു, അങ്ങനെ പലവിധ പേരുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഡി മണി ഇയാൾ തന്നെ അല്ലേ എന്ന സംശയം SITക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ആണ് പ്രാഥമികമായി ഇയാളെ ആദ്യം ചോദ്യം ചെയ്തു വന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ താൻ ഡി മണി അല്ല, താൻ എം മണിയാണെന്നുള്ള ഇവർ ഇന്നലെ തന്നെ SITക്ക് മുൻപാകെ ഇയാൾ പറഞ്ഞതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് ഔദ്യോഗികമായി എവിടെയും ഡി മണി എന്ന പേരില്ല. പക്ഷേ ഈ ഒരു മേഖലയിൽ, അതായത് ഇയാളൊരു വജ്ര വ്യാപാരിയാണ്. ഇയാൾ പ്രത്യക്ഷത്തിൽ പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന, റിയൽ എസ്റ്റേറ്റ് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് വജ്ര വ്യാപാരമുണ്ട്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിഗ്രഹകടത്ത് സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന സംശയം നിലവിൽ SITക്ക് ഉണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നില്ല. സ്ഥിരീകരിക്കാതെ ഇയാൾ കുറ്റക്കാരനാണെന്ന കാര്യം SITയും കോടതിയുമാണ് പറയേണ്ടത്. പക്ഷേ അതിനു മുൻപേ തന്നെ ചില സംശയങ്ങൾ, ചില സൂചനകളുണ്ട്. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ തന്നെയാണ് ഡി മണി എന്ന് നിലവിൽ അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇയാൾക്ക് മറ്റൊരു പേര്, യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നാണ്. ആ ബാലമുരുകൻ ഡിണ്ടിഗൽ സ്വദേശിയാണ്. ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ വീടും ഡിണ്ടിഗലാണ്. അങ്ങനെ നടത്തിയ അന്വേഷണം, ചോദ്യം ചെയ്യലൊക്കെ തന്നെ. പക്ഷേ ഇവർ വിവരങ്ങളൊന്നും SITക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ വ്യക്തമായ ഒരു വിശദമായി ചോദ്യം ചെയ്യാൻ SITക്ക് സാധിച്ചിട്ടില്ല. ഇനി SITക്ക് കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്യണമെങ്കിൽ സാങ്കേതികമായി ഇവരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമോ കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിയമപരമായ സാധുത നിലവിൽ SITക്ക് മുൻപാകെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം SIT അന്വേഷിക്കുന്നുണ്ട്. ഈ തരത്തിൽ വിദേശ വ്യവസായി ഈ മൊഴി നൽകിയ ഘട്ടത്തിൽ തന്നെ ഇവരിലേക്ക്, ഡി മണിയിലേക്കും തന്നെ ഒപ്പം തന്നെ ശ്രീകൃഷ്ണനിലേക്കും തന്നെ മൊഴി നൽകിയ ഘട്ടത്തിൽ തന്നെ ഇവരിലേക്ക് എത്തിയതാണ്. പക്ഷേ SIT നിലവിൽ സംശയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാനും ദിവസങ്ങൾ ഇതര സംസ്ഥാനത്ത് പോയിരുന്നു. ബാംഗ്ലൂർ അടക്കമുള്ള, ചെന്നൈയിലടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കളവ് പിടിക്കപ്പെടും എന്ന് മനസ്സിലായതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഡി മണി ഇപ്പോൾ പറയുന്ന വാദഗതികളൊക്കെ തന്നെ നേരത്തെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ SIT ഏത് നിമിഷവും തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാൽ ഏത് വിധത്തിൽ രക്ഷപ്പെടാൻ വേണ്ട മാർഗങ്ങളൊക്കെ തന്നെ നേരത്തെ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, CEO പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വ്യാപാരി അടക്കമുള്ള ആളുകളുണ്ട്. അവരിലേക്കടക്കം അന്വേഷണം എത്തിയ
ആയപ്പോൾ പോലും ഇവരിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല. പക്ഷേ മറിച്ച് പുറത്തു നിന്നുള്ളത് ഈ കേസുമായി ബന്ധമില്ലാത്ത മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനൊരു പേര് വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് SIT പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നത്. നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ സൂചിപ്പിച്ചിരുന്നത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മുരാരി ബാബുവിലോ മാത്രം ഒതുക്കേണ്ട അന്വേഷണമല്ല, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെടുത്തുന്ന ചില സൂചനകൾ അല്ല അത്തരം ചില സംശയങ്ങൾ ഈ കേസിലുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല. ഇത് പത്മകുമാറിലേക്ക് മാത്രം അറസ്റ്റ് കൊണ്ട് ഒതുക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോഴാണ് വീണ്ടും പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ഇതര സംസ്ഥാനത്ത് നിന്ന് ചെന്നൈയിൽ നിന്ന് ആളുകൾ പിടിയിലാകുന്നത്. ഇപ്പോഴിതാ ഇവരിലേക്ക് കൂടി എത്തുന്നത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നൊരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. നിലവിൽ ഡിണ്ടിഗലിലും ചെന്നൈയിലും 2 സംഘം അന്വേഷിക്കുമ്പോൾ ഇവരിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനാകുമെന്നതാണ് അന്വേഷണത്തെ സങ്കീർണമാക്കുന്നത്. ഒരു തെളിവും ശേഖരിക്കാതെ ഇവരെ പിടികൂടാൻ SITക്ക് നിയമപരമായി സാധിക്കില്ല. അപ്പോഴെങ്ങനെയാണ് ഡി മണി എന്ന് പറയാം, അല്ലെങ്കിൽ ബാലമുരുകൻ, സ്വന്തമേ അയാൾ പറയുന്നത് ബാലസുബ്രഹ്മണ്യം എന്നാണ്, അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെ കസ്റ്റഡി എടുക്കാൻ സാധിക്കും? പക്ഷേ ഇയാളുടെ പേരിലടക്കം ഇയാൾക്കുള്ള സ്ഥാപനങ്ങളിലടക്കം ബിനാമി ഇടപാടിലടക്കം വലിയ സംശയങ്ങളുണ്ട്. കാരണം ഈ 2 പേരും, ഈ ശ്രീകൃഷ്ണനും ഡി മുരളി എന്ന് പറയുന്ന ബാലമുരുകനും നേരത്തെ പ്രധാനപ്പെട്ട ചില തട്ടിപ്പ് കേസുകൾ പ്രതിയായിരുന്നു. പക്ഷേ അതിൽ ബാലസുബ്രഹ്മണ്യൻ ആ പ്രതിപ്പട്ടികയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 7ഓളം തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ശ്രീകൃഷ്ണൻ ഡിണ്ടിഗലുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ വിദ്യാനഗറുമായി ബന്ധപ്പെട്ട ചില വിഗ്രഹക്കടത്ത് സംഘവും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള സംഘവുമായി ചില ബന്ധമുണ്ടെന്നുള്ള സംശയം SITക്ക്. പക്ഷേ അതൊക്കെ തന്നെ സ്ഥിരീകരിക്കാൻ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ബന്ധമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്ക് അടുപ്പമുണ്ടെന്നും അത്ര ഇടപാടുകൾ നടത്തിയെന്നും സ്ഥാപിക്കാനുള്ള തെളിവുകൾ നിലവിൽ SITയുടെ ഭാഗത്തില്ല. പക്ഷേ വരും ദിവസങ്ങൾ, വരുന്ന മണിക്കൂറുകൾ അത്തരം തെളിവുകൾ SITക്ക് മുൻപ് ലഭ്യമായാൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാനും സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്താനും SIT സാധിക്കും. പക്ഷേ അതുവരെയും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ നിലവിൽ SITക്ക് സാധിക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കടത്തിൽ നിലവിൽ രണ്ടാമത് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ വന്ന വിദേശ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ശബരിമലയിലെ 4 പ്രധാനപ്പെട്ട പഞ്ചലോഹ വിഗ്രഹമടക്കം 1000 കോടി രൂപയുടെ വിഗ്രഹക്കടത്ത് ഇവർ നടത്തിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഏതെങ്കിലും തെളിവുകൾ ഇവരുടെ പക്കൽ നിന്ന് ലഭ്യമാകുമോ എന്ന പ്രാഥമിക പരിശോധന ഇപ്പോൾ ഡീമണിയല്ല താനെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ஒரு என்கொயரி பேர் மாறுதலுக்காக என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படின்னு சொல்லிட்டு கிளம்பிட்டாங்க. இதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க இது வந்து கேரளா இருந்து போலீஸ் வந்திருக்காங்க. அவங்க யாரு? SIT. என்ன கேஸ்? எந்த கேஸும் சொல்லவே இல்லை. சரி, உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு. அவங்க சொல்லி அந்த கமெண்ட்னா CBSI கோர்ட்லேருந்து வந்திருக்கு பதில் சொன்னாங்க. அவங்க கேட்குற கொஸ்டின் எல்லாமே நான் பார்த்துருக்கேன். என்ன கேட்டாங்க? உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு. அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க. IT கேட்டாங்க. ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, ஃபுல் நேம் சுப்பிரமணியம் சொன்னேன். அதுக்கப்புறம் வந்துட்டு எல்லாமே தாங்க பார்த்தா அப்புறம் யார் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துட்டாங்க. வரணும் இது இல்லை, நம்ம இல்லைன்னு புட் பண்ணிட்டாங்க. நம்ம இல்லை ராங் மெசேஜ். உங்கள் பேர், அதாவது உங்கள் பேர், உங்கள் சிம் வந்து, அதாவது உங்கள் என்னோட நம்பர் எனக்கு தெரியும் யாரை சொல்லியிருப்பாங்க தெரியுது. அதுக்காக வந்துருக்காங்க. இந்த மணி இல்லைன்னு சொல்லிட்டு போயிட்டாங்க. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.